പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം വീണ്ടും ധ്യാനിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ സാധിക്കും: വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നൽകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ നമുക്ക് കേൾവിയുള്ള കാര്യങ്ങളാകാം, ആരെങ്കിലും പറഞ്ഞു കേട്ടതാകാം. അത് 4 പേരോട് വിളിച്ചു പറയുവാൻ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. വ്യാജവാർത്ത പ്രചരിപ്പിക്കുമ്പോൾ ഏത് വ്യക്തിക്കെതിരെ പ്രചരിപ്പിക്കുന്നുവോ ആ വ്യക്തിയെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊല്ലുക മാത്രമല്ല, വ്യാജവാർത്ത പ്രചരിപ്പിക്കുമ്പോൾ അത് വലിയ നുണയുടെ വാർത്തയാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നവർ ഒരു വലിയ കള്ളസാക്ഷ്യവും കൂടിയാണ് പ്രചരിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത്. കള്ളസാക്ഷ്യവും കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലുള്ള, ഇടവകയിലുള്ള, നമ്മുടെ കൂട്ടായ്മയിലുള്ള ഏതെങ്കിലും വ്യക്തികളോട് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടക്കുറവ് തോന്നിയാൽ, ഒരു വ്യക്തിയുടെ വളർച്ചയിലുണ്ടാകുന്ന അസൂയ ഇഷ്ടക്കുറവായിട്ട് മാറും. ഒരു വ്യക്തിയുടെ വളർച്ചയിലുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിത അവസ്ഥ കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു അസൂയ, അത് ആ വ്യക്തിയോട് വെറുപ്പായി മാറും. ആ വെറുപ്പ് പിന്നെ സംഭവിക്കുന്നത് വ്യാജവാർത്തയിലാണ്. ആ വ്യക്തി ഒരുപക്ഷെ അറിയാൻ പാടില്ലാത്ത, മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ വ്യാജവാർത്തയായിട്ട് പൊടിപ്പും തെങ്ങലും വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. ഇന്ന് നമ്മുടെ സഭാമക്കൾ ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു വ്യാജവാർത്ത പ്രചരിപ്പിക്കുവാൻ സഭയിലെ മക്കൾക്ക് യാതൊരു മടിയുമില്ല. ഒരു മടിയുമില്ലാതെ അവർ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന അനേകം തിരുസഭാ മക്കളുണ്ട്. വലിയ തിന്മയാണ് അവർ ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ അവരറിയുന്നില്ല. അവർക്കാരും പറഞ്ഞു കൊടുക്കുന്നില്ലാത്തത് കൊണ്ടാകാം. ഈ പ്രചരിപ്പിക്കുന്ന വ്യക്തിയെപ്പറ്റിയും വ്യക്തിയുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ചും മറ്റുള്ളവർ വ്യാജവാർത്ത പറയുമ്പോഴാണ് ആ വ്യക്തിക്ക് ഇതിൻ്റെ വിഷമം, ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. ഇന്ന് പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവർ പോലും, മധ്യസ്ഥ പ്രാർത്ഥനാ കൂട്ടായ്മയിലും ഒക്കെയുള്ള കൂട്ടായ്മയിലുള്ള വ്യക്തികൾ പോലും, ആ കൂട്ടായ്മയിൽ ഏതെങ്കിലും വ്യക്തിയോടൊരു ഇഷ്ടക്കുറവുണ്ടായിക്കഴിഞ്ഞാൽ വ്യാജവാർത്തയായിട്ട് അവരെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തുന്ന ഒരു സമൂഹമാണ്. സഭയിലുള്ള മക്കൾ പോലും പരസ്പരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നു. ഒരുപക്ഷെ നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ പോലും, വിശ്വാസ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ പോലും ഒരുപക്ഷെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെയും സാമൂഹ്യമായ പശ്ചാത്തലത്തിലൂടെയും എല്ലാം ഒരുപക്ഷെ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടാകാം. പലരും ചോദിക്കും, നേതാക്കന്മാർക്ക് ഇങ്ങനെ പറയാലോ, പിന്നെ ഞങ്ങൾക്ക് കുഴപ്പം, ഞങ്ങൾ പറഞ്ഞാലാണോ കുഴപ്പം? പ്രിയ സഹോദരങ്ങളെ, നേതാക്കന്മാരെ സംബന്ധിച്ച് അവരെ ആ നേതൃത്വ സ്ഥാനത്ത് ഏൽപ്പിച്ചേക്കുന്ന ദൈവം അവരോട് ചോദിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് മോശമായ രീതിയിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. അതുപോലെ തന്നെയാണ് കള്ളസാക്ഷ്യം നൽകുക.
പലപ്പോഴും പല ഇടവകകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പുതിയതായിട്ടൊരു അച്ഛൻ വരുമ്പോൾ ആ അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ഇടവകയിലും വൈദികരോട് ചേർന്ന് നിൽക്കുന്ന കുറേ പേരുണ്ട്. ആ ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ആ ഇടവകയിലുള്ള ഏതെങ്കിലും വ്യക്തികളോട് ഇഷ്ടക്കുറവോ വെറുപ്പോ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് കള്ളസാക്ഷ്യം പറയും, അല്ല നുണ പറയും. ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ച് അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ മുൻവിധിയോടുകൂടി ആ വ്യക്തിയെ വീക്ഷിക്കാൻ ഇടയാവും. ഞാനൊരു ഉദാഹരണമായിട്ട് സഭാമക്കളെക്കുറിച്ച് പറഞ്ഞ സഭാമക്കളുമായിട്ട് ബന്ധപ്പെട്ട വചനത്തിൽ ഉള്ളത് അതിൻ്റെ പേരിലാണ് ഞാൻ ഈ വൈദികരുമായിട്ടുള്ള ഈ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ കള്ളസാക്ഷ്യം പറയുന്നു. സിറ്റിയിൽ പോയിരുന്നാകാം, കടകളിൽ പോയിരുന്നാകാം, വായനശാലയിൽ പോയിരുന്നാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലാകാം. ഒരുമിച്ച് കൂടുമ്പോൾ വ്യാജ വാർത്ത പറയുന്നതോടൊപ്പം തന്നെ കള്ളസാക്ഷ്യവും കൂടി പറയും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപക്ഷെ സ്വന്തം മാതാപിതാക്കൾക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്ന മക്കളുണ്ട്. അമ്മായിയമ്മയ്ക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്ന മരുമകളുണ്ട്. മരുമകൾക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്ന അമ്മായിയമ്മമാരുണ്ട്. അയൽവാസിക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്ന അയൽവാസികളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ കള്ളസാക്ഷ്യം പറഞ്ഞ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് ഈശോയുടെ മുമ്പിൽ അനുദപിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുതെന്നും കള്ളസാക്ഷ്യം നൽകി മറ്റുള്ളവരെ തകർക്കരുതെന്നുമുള്ള അങ്ങയുടെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച സാഹചര്യങ്ങളുണ്ട്, കള്ളസാക്ഷ്യം പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്, നുണ പറഞ്ഞ് നുണപ്രചരണം നടത്തിയ നിമിഷങ്ങളുണ്ട്. കർത്താവേ, മാപ്പ് ചോദിക്കുന്നു. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വ്യാജവാർത്ത പ്രചരിപ്പിക്കാതെ, കള്ളസാക്ഷ്യം പറയാതെ, സത്യത്തിന് നിരക്കാത്ത രീതിയിൽ സംസാരിക്കാതെ സത്യത്തിന് നിരക്കുന്ന രീതിയിൽ സംസാരിക്കുവാനായിട്ടുള്ള കൃപയും അനുഗ്രഹവും അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.